എവർഗ്രീൻ ബ്ലോസം പ്രവാസി മലയാളി സ്ത്രീകൾക്ക് ഒത്തുചേരുവാനായ ഒരു ഇടം. യുഎഇയില് ഒരു 6 പ്ലാറ്റ്ഫോമുകളിലായി പ്രവാസി വനിതകൾ കൂട്ടുകൂടാനും പാട്ടുപാടുവാനും കലാപരമായ അവരുടെ അഭിരുചികളെ ഉണർത്തുവാനും എന്തിനേറെ ബിസിനസ് ചെയ്യാൻ വരെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് എവർഗ്രീൻ ബ്ലോസംസിലുള്ളത്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ചേർത്ത് പിടിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോഴാണ് ഏകദേശം 6000-ലധികം വരുന്ന സ്ത്രീകളെ ഒരുമിച്ച് ചേർത്ത് ഒരു പ്രവാസി മലയാളി വനിത എവർഗ്രീൻ ബ്ലോസം എന്ന തന്റെ കൂട്ടായ്മ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അതിന്റെ സാരഥിയായ സ്മിത സുരക്ഷയോട് തന്നെ ചോദിക്കാം. സ്മിത, സ്വാഗതം. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പേരിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. എന്താണ് ഈ സ്മിത സുരക്ഷ? ഈ സുരക്ഷ എന്താണ്? സുരക്ഷ എന്ന് പറയുന്നത് എൻ്റെ ബ്രാൻഡാണ്. ഞാൻ കേരളത്തിലാണ് ആദ്യമായിട്ട് ഗ്യാസിന്റെ പ്രൊഡക്റ്റുകൾ, അതായത് നമ്മുടെ ഗ്യാസ് ഐറ്റംസ്, ട്യൂബ്, ബർണർ കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന LPG പ്രൊഡക്ട്സുകളില്ലേ, അതിൽ ഞാൻ ചെയ്ത ബ്രാൻഡാണ് സുരക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഓറഞ്ച് കളർ ഗ്യാസിന്റെ പൈപ്പ്, അത് സുരക്ഷ എന്ന ബ്രാൻഡ്, അത് എന്റെ ബ്രാൻഡാണ്. അത് ശരി, അതാണ് ഈ സ്മിത സുരക്ഷ എന്ന് പറയുന്നത്. അതെന്റെ ബ്രാൻഡ് നെയിമാണ്, എന്റെ പേരിനോടൊപ്പം ചേർത്തിരിക്കുന്നത്. അതിലും ഒരു സുരക്ഷിതത്വം ഉണ്ട്. കാരണം കാരണം വീട്ടുകാരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു ഒരു കാലത്ത് ഗ്യാസ് എന്ന് പറയും. അതിലും ഏറ്റവും സുരക്ഷിതത്വം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ട്യൂബ് ബ്രാൻഡ് ചെയ്തത്. കാരണം ഇനി തീപിടുത്തം ഉണ്ടായാലും ആ ഒരു ട്യൂബ് സേഫ് ആയിരുന്നു. അതാണ് സുരക്ഷ എന്ന ഒരു ബ്രാൻഡ്. അത് നമ്മളിപ്പോ ഇവിടെ ദുബൈയിലും നമ്മൾ സെയിം തന്നെ കമ്പനി നമ്മൾ ചെയ്യുന്നുണ്ട്. ഗ്യാസ് കൊണ്ട് സർവീസുകളെല്ലാം തന്നെ ഇവിടെയും ചെയ്യുന്നു. അതെ സർവീസുകൾ ദുബായില്. അത് തീർച്ചയായിട്ടും ഗ്യാസ് എന്നൊക്കെ പറയുമ്പോൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായ സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളുടെ സുരക്ഷിതത്വം തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു മെയിൻ ആയിട്ട് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്നത്. ഇവിടെ പിന്നെ കൊമേഴ്സിലും കൂടെ ചെയ്യുന്നു എന്ന് മാത്രം. എന്നാൽ സുരക്ഷ എന്നുള്ള പേര് ഇങ്ങനെയാണ് വന്നത്. പിന്നെ ഇപ്പൊ നമ്മള് വന്നിരിക്കുന്ന ഈ എവർഗ്രീൻ ബ്ലോസം, ഈ ഒരു തോട്ട് എങ്ങനെയാണ് ഉണ്ടായത്? ഈ ഒരു തോട്ട് ഉണ്ടാവാനുള്ള കാരണം, ഞാൻ ഒരു ലവ് മാരേജ് ചെയ്ത് വന്നൊരു വ്യക്തിയായിരുന്നു. അപ്പൊ ശരിക്കും ഒറ്റപ്പെടലിന്റെ വേദന എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിഞ്ഞ ഒരു വ്യക്തിയാണ്. ഒരു ഹോസ്പിറ്റലിൽ നമ്മളൊന്ന് അഡ്മിറ്റ് ആയാൽ പോലും നമുക്കൊരു ആവശ്യത്തിന് നഴ്സ് വന്ന് പേര് വിളിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഓടി വരാൻ അവിടെ ആരുമില്ല. അപ്പൊ അതുപോലെ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾക്കായിട്ട് എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്ത്രീകളെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അവരുടെ വളർച്ചയെ മുന്നോട്ട് നയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്നുള്ളത് ഭയങ്കരമായ ഉള്ളിലുള്ള ഒരു പെയിൻ ആയിരുന്നു. അല്ലെങ്കിൽ അതിനെ ഒന്ന് റിസൾട്ട് ആക്കാൻ വേണ്ടിയിട്ട് അത് ഇപ്പൊ റിസൾട്ട് രൂപത്തിലായി വന്നപ്പോ എവർഗ്രീൻ ബ്ലോസം എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ഈ ഒരു പ്ലാറ്റ്ഫോമായി മാറി. അത് ശരി. അപ്പൊ ആ ഒരു ഒറ്റപ്പെടൽ, നമുക്കറിയാം പ്രവാസി മലയാളി സ്ത്രീകൾക്കുള്ളില് ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഏകാന്തത എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു എവർഗ്രീൻ ബ്ലോസം ഇതിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇപ്പൊ അറ്റ് പ്രസന്റ്? ഒരു 7000 അബോവ് മെമ്പേഴ്സ് ഇപ്പോൾ ഉണ്ട്. പിന്നെ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഒരു 100-150 ആൾക്കാർ പുതിയതായിട്ട് ഇങ്ങനെ ജോയിനിങ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഈ എവർഗ്രീൻ ബ്ലോസമില് ഇപ്പം ഒരു വനിത അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിനകത്തുള്ള കാറ്റഗറീസ്? എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ 4 കാറ്റഗറിയാണ്. അതായത് എവർഗ്രീൻ ബ്ലോസം എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ഫേസ്, അതേപോലെ തന്നെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്ന കൂട്ടുകാരി എന്ന് പറയുന്ന ഫേസ്. ഈ കൂട്ടുകാരിയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. കാരണം നമുക്ക് ഒരു പാട്ട് പാടണം തോന്നിയാൽ നമുക്ക് അതിന് നമ്മളെ പ്രൊമോട്ട് ചെയ്യാനുള്ള കുറെ കൂട്ടുകാരികളുടെ ഇടയിൽ നമുക്കൊന്നൊരു പാട്ട് പാടാം, നമ്മുടെ കഥ പറയാം, വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ വിശേഷങ്ങൾ പറയാം. അപ്പൊ നമ്മുടെ ഒറ്റപ്പെടലിന്റെ ഏകാന്തത അവിടെ ഇല്ലാണ്ടാവും. കാരണം 24/7 ആക്റ്റീവായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് കൂട്ടുകാരി. ശരിക്കും മെസ്സേജ് ഒക്കെ വരുന്ന ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരാളും കൂട്ടുകാരിയിൽ കേരളം എന്ന് ഞാൻ പറയും. കാരണം ഇത് ഫുൾ ഓൺ ആണ്. കാരണം 24/7 അതിൽ ആരെങ്കിലും ആക്റ്റീവായിട്ടുണ്ടാവും. അതാണ് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത. പിന്നെ അടുത്ത പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ജോബാണ്. കാരണം ഒരുപാട് കുട്ടികൾ ഇവിടെ ജോബ് അന്വേഷിച്ച് വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അവർക്ക് ജോബ് കൊടുക്കാൻ നമ്മളിപ്പം നമ്മുടെ ആകെ ഒരു 3 മാസമായിട്ടേ ഉള്ളൂ നമ്മൾ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ അതിനുള്ളിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ജോബ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ പറയും, അതിൽ നമ്മൾ 1 രൂപ പോലും പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടല്ല അവർക്ക് ജോബിന്റെ കാര്യങ്ങൾ ഇതാക്കി കൊടുക്കുന്നത്. അതിനൊരു ജോബ് പ്ലാറ്റ്ഫോം. അടുത്തതായിട്ട് ബിസിനസ്, അതായത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും സ്വന്തമായിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക, എന്റേതായ ഒരു വരുമാനം ഉണ്ടാക്കുക. ഒന്നുമില്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ലിപ്സ്റ്റിക്, ഞാൻ ഏറ്റവും കൂടുതൽ ലിപ്സ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളായിട്ട് തന്നെ പറയുകയാണ്. ഒരു ലിപ്സ്റ്റിക് എങ്കിലും സ്വന്തമായി നമ്മൾ വാങ്ങാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വുമൺ എംപവർമെന്റിന്റെ ഒരു ഫേസ്, അത് നമ്മൾ ബിസിനസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോമുകളുള്ള 4 പ്ലാറ്റ്ഫോമാണ് എവർഗ്രീൻ ബ്ലോസത്തിന്. ഇനി അടുത്തൊരു പ്ലാറ്റ്ഫോം ഇപ്പൊ നമ്മൾ ലോഞ്ച് ചെയ്യും. നമ്മുടെ November 1 പ്രോഗ്രാമിനോടനുബന്ധിച്ച് നമ്മൾ ലോഞ്ച് ചെയ്യും.
ചെയ്യും. നമ്മൾ ട്രിപ്പ് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടെ നമുക്ക് അത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. എനിക്കിതില് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്മിതയുടെ ഒരു കോൺസെപ്റ്റ് ഭയങ്കര നല്ലതാണ്. കാര്യം ഞാൻ ഏകദേശം 25 വർഷത്തോളമായി UAE താമസിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കണ്ട് മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് സ്ത്രീകൾ കലാപരമായ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ 4 ചുവരുകൾക്കുള്ളിൽ അവരുടെ കലകളെയും അവരുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. സോ അങ്ങനെയുള്ളവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും അല്ലേ കൂട്ടുകാരി? തീർച്ചയായിട്ടും കൂട്ടുകാരി അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോം. ഇപ്പൊ തന്നെ നമ്മുടെ പ്രോഗ്രാമില് കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരികൾ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയൊരു ഇത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്നൊന്നും ഉള്ള ആരെ അറേഞ്ച് ചെയ്തിട്ടല്ല. അവര് തന്നെയാണ്, അവരുടെ പരിപാടികൾ തന്നെയാണ് കൂടുതൽ ഹൈലൈറ്റ്സ് ആയിട്ട്. ഇതിനകത്ത് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ലല്ലോ? ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഏത് ഏജിലുള്ളവർക്കും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞു ജോലി സംബന്ധമായിട്ടുള്ള പ്ലാറ്റ്ഫോം. അതെ. എങ്ങനെയാണ് നമ്മൾ ഈ ജോലി ആവശ്യമുള്ളവരെ കണ്ടിട്ട് ഓഫ് കോഴ്സ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ വരും. നമുക്ക് ഈ ജോലിക്കുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് സ്മിത കണ്ടെത്തുന്നത്? ഇപ്പോ ഞാൻ കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയുള്ള നെറ്റ്വർക്കുകൾ, പിന്നെ എന്റെ കൂട്ടുകാരി ഗ്രൂപ്പിൽ ഒരുപാട് കൂട്ടുകാരികളുണ്ട്. കാരണം അവരുടെയൊക്കെ പരിചയത്തിലും അറിവിലും ഒക്കെ ഒരുപാട് ജോലി സാധ്യതകൾ വരുന്നുണ്ട്. അവരെല്ലാരും തന്നെ എന്നോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഓരോ കൂട്ടുകാരികൾക്കും ജോബ് കൊടുക്കുന്ന കാര്യത്തിൽ എന്നേക്കാൾ മുന്നിൽ നിൽക്കുന്ന ആ കൂട്ടുകാരികളാണ്. എവിടെ നിന്നൊരു ജോബിന്റെ ഇതുണ്ടെങ്കിലും പറയും വേണം നമുക്ക് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ നിൽക്കുന്ന ഒരു വലിയ ടീമിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സ്മിത. കാരണം ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ അംഗീകരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. അതിനൊരു മാറ്റം കൊണ്ടുവരികയാണ് ശരിക്കും evergreen ആ ഒരു മാറ്റം സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നിരിക്കുന്നു. കാരണം ശരിയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീയെ കൂട്ടുകാരിയാക്കി നിർത്താൻ പേടിയാ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടേക്കുന്നതാണ്. അവിടെയാണ് നമ്മളിങ്ങനെ 7000-ഓളം കൂട്ടുകാരികളുടെ ഒരു ഇത് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു ഫേസിനെ നമുക്കത് ചേഞ്ച് ചെയ്യാം. കാരണം ഏറ്റവും സേഫ് ആയിട്ട് ഒരു പെണ്ണ് തന്നെയാണ് കൂട്ടുകാരി എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടെ നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാം.